കർത്താവിന്റെ കരുണ. അതെ, അല്ലാതെ നാട്ടുകാരുടെ കരുണ എന്ന് പറയാൻ പറ്റുമോ? 50 ഏക്കർ ഭൂമിയും തരക്കെട്ടില്ലാത്തൊരു ബംഗ്ലാവേ എനിക്കുള്ളൂ. പിന്നെ ഇത്തിരി കൊക്കോയും കുരുമുളകും ഒക്കെ ഉണ്ട്. ജീവിക്കണ്ടേ? ആ, ഇത് മേരിക്കുട്ടി. എനിക്ക് മനസ്സിലായി, ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. എന്ത് മനസ്സിലായി? വൈഫ് തന്നെയല്ലേ? സംശയമൊന്നും വേണ്ട, വൈഫ് തന്നെ. ഇത് ടി പുന്നൂസ്, DMO സാറാമ്മയുടെ ചേട്ടൻ. അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്കറിയില്ലയോ, ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. നമ്മൾ വേളാങ്കണ്ണി പോയപ്പോ ട്രെയിനിൽ ടിക്കറ്റ് വയ്ക്കാൻ വന്നത് ഈ സാറല്ലയോ? എന്റെ ഈശോയെ, എന്താ ഇദ്ദേഹം അല്ലേ അന്ന് ടിക്കറ്റ് വയ്ക്കാൻ വന്ന ടി ഇയാളുടെ ഇനീഷ്യലാ. ഇയാള് പത്തനംതിട്ടയിലെ RTO. അതാ മനസ്സിലായി മനസ്സിലായി. നിനക്ക് ഇതെന്റെ മകനാ. എനിക്കല്പം ധൃതിയുണ്ട്. ധൃതി നിന്റെ മറ്റേ ഇതാണ് ഇവിടുത്തെ ചിട്ട. അപ്പച്ചന് ധൃതിയുള്ളപ്പോ മോന് ധൃതിയില്ല, മോന് ധൃതിയുള്ളപ്പോ അപ്പച്ചന് ധൃതിയില്ല. രണ്ടുപേരുടെയും ധൃതിയിലല്ലേ ഞാൻ വിഷമിച്ചു. സാറിന് കാപ്പിയോ ചായയോ? എന്തായാലും വിരോധമില്ല. ഷുഗർ ഉണ്ടോ? എന്താ ഇവിടെ ഇല്ലേ? അല്ല, സാറിന്റെ ശരീരത്തിൽ മകൻ എന്ത് ചെയ്യുന്നു? നാട്ടില് ഡോക്ടർമാരും വക്കീൽമാരും ചവറ് കണക്കിനുണ്ട്. അതുകൊണ്ട് ഞാൻ ലൈൻ ഒന്ന് തിരിച്ച് അവനെ രാഷ്ട്രീയത്തിലിറങ്ങി. ചായ ചായ കുടിക്കാം. രാഷ്ട്രീയത്തിൽ ഇറക്കിയത് ഏതായാലും നന്നായി. അതിനാവുമ്പോ വലിയ പഠിപ്പും യോഗ്യതൊന്നും ആവശ്യമില്ലല്ലോ. ഇഷ്ടം പോലെ സമ്പാദിക്കുകയും ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെ പഠിപ്പിക്കുന്നതൊക്കെ വേസ്റ്റ് ആണ്. വേസ്റ്റ്. മേരിക്കുട്ടി, ഉന്നൂ സാർ അയാളുടെ മകന് നമ്മുടെ മോളുമായിട്ട് ഒരു പ്രപ്പോസൽ ആയിട്ട് വന്നിരിക്കുക. അപ്പോ ബാക്കി കാര്യങ്ങൾ വഴി ആലോചിക്കാം. ആയിക്കോട്ടെ. എന്താ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ തന്നെ തിരിച്ചു പോയാലേ രാവിലെ വന്ന കാലത്ത് തന്നെ പോവാം. വണ്ടിക്കൂലിനത്തില് ഒരു 50-60 സേവും ചെയ്യാം. അപ്പൊ ഇറങ്ങട്ടെ. എന്തിനാ അവിടുത്തെ വേസ്റ്റ് ആക്കണത്? എന്നാ ശരി. അപ്പൊ വരട്ടെ. അപ്പൊ നമുക്ക് കാണാം. കാണാം. ഇന്ന് RTO ഓഫീസിലൊരു പിയൂണ് മാസം എന്താ വരുമാനം നിനക്കറിയോ? അയ്യേ, ഇങ്ങേരുടെ മകൻ RTO ഓഫീസിലെ പിയൂണാണോ? പോടി കഴുതേ. ആനക്കാര്യം പറയുമ്പോഴേ ചേനക്കാര്യം പറയണേ. എവിടെ നോക്ക്, ഇത് തന്നെ. അതെനിക്ക് അത്ര പോയില്ല കേട്ടോ. ഞാൻ അവിടെ കുറച്ച് കാശ് വെച്ചിരുന്നു, അവിടെ എങ്ങും കാണില്ല. നീ എടുത്താ? ഞാനെങ്ങും എടുത്തില്ല. നിങ്ങൾ അവിടെ ശരിക്കും നോക്കിയോ? മുഴുവനും നോക്കി, അവിടെ എങ്ങും കാണില്ല. എന്നാ അവൻ തന്നെ എടുത്തതാ. നിങ്ങളുടെ മോൻ രാജു അല്ലാണ്ടാരാ? ഇന്ന് രാവിലെ അവൻ എന്നോട് കാശ് വെച്ചപ്പോഴേ എന്റെ കയ്യിൽ ഒരു ചില്ലി പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അവനപ്പോ കളവും തുടങ്ങിയോ? അതും അപ്പന്റെ പോക്കറ്റിൽ നിന്ന്. എങ്ങനെ അവൻ ഗുണം പിടിക്കും? ഒരിക്കലും നേരെയാൻ പോണില്ല. പത്രോസേ, ആദ്യം പത്രോസ് നേരെയാവും, അപ്പൊ ബാക്കി എല്ലാം നേരെയായിക്കോളും. എന്റെ സമനില തെറ്റി തുടങ്ങിട്ടോ. എനിക്ക് സൗകര്യം നേരെയാവാൻ എന്തുണ്ടെങ്കിലും ചെയ്യും. കുറെ നാളായി ഞാൻ സഹിക്കും. നിങ്ങൾ ആരോടായി സംസാരിക്കുന്നേ? കർത്താവിനോട്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുക? ഇത് നല്ല കൂത്ത്. കർത്താവ് എന്നോട് സംസാരിക്കുന്നത് നീ കേട്ടില്ലേ? എന്റെ മാതാവേ, അപ്പൊ എന്റെ സംശയം ശരി തന്നെയാ. ഈയിടെ ഉറക്കത്തിൽ കിടന്ന് പിച്ചും പേയും പറഞ്ഞ് കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളെ ഒരു പിശാച് പിടി കൂടിയിട്ടുണ്ടെന്ന്. എന്നൊരു പിശാച് പിടി കൂടിയിട്ടുണ്ട്. അത് നീയാ. എന്റെ മാതാവേ, ഇങ്ങേരുടെ ചെയ്തല്ലോ. പോന്ന വഴി പള്ളിയിൽ കയറി അച്ഛനെ കണ്ട് നെറ്റി പിടിപ്പിച്ചിട്ട് പോയാ മതി കേട്ടോ. ഞാനും കൂടെ വരാം. എങ്ങോട്ടാ? നിന്റെ അപ്പന്റെ കുഴിമാറത്തിരിക്കാ. ഞാൻ ഒന്ന് തന്നാണ്ടല്ലോ. ഇതെന്താ ഇങ്ങനെ? എന്റെ മാതാവേ. സാറിനോടൊരു കാര്യം ചോദിച്ചാ സാറിന് വിഷമം തോന്നരുത്. ചോദിച്ചോളൂ. കർത്താവ് സാറിനോട് സംസാരിക്കുന്നു എന്നുള്ളത് സത്യമാണോ? ഞാൻ എന്തിനാടാ നുണ പറയണേ? സാറ് ക്രിസ്ത്യാനിയല്ലേ? അതിലെന്താ നിനക്കിപ്പോ ഒരു സംശയം? അല്ല, മലയാള ഭാഷയിൽ തന്നെ അല്ലേ സാറ് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത്? അതെ സാറേ, കർത്താവായ യേശു ക്രിസ്തു മലയാളി അല്ലല്ലോ. നീ പറഞ്ഞത് ശരിയാണല്ലോ. കർത്താവ് ഇങ്ങനെ മലയാളത്തിൽ സംസാരിക്കുക. അതാ സാർ ഞാൻ ചോദിച്ചത്. ഈ മാസം മുതൽ നിനക്ക് 20 രൂപ ശമ്പള കൂടുതൽ. താങ്ക് യു സാർ. എനിക്ക് സമസ്ത ഭാഷകളും അറിയാം. എല്ലാ ഭാഷയും എന്നിൽ നിന്നുണ്ടാകുന്നു. കാരണം ഞാൻ വചനമാകുന്നു. 20 രൂപ ഇങ്ങ് തന്നെ. എന്തിനാ സാർ? കർത്താവിന് സമസ്ത ഭാഷകളും അറിയാന്ന്. താങ്ക് യു സാർ. മാത്രമല്ല, ഈ മാസം മുതൽ നിനക്ക് 20 രൂപ ശമ്പളം ഞാൻ കുറച്ച് തരുള്ളൂ. അയ്യോ, ഇത് കൊച്ചമ്മ പറഞ്ഞ കേസാണെന്നാ തോന്നുന്നത്. എന്ത് കേസണ്ടാ? ഈ ശമ്പളം വെച്ച് ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് പരാതിയൊന്നുമില്ല. എന്താ വേലപ്പാ ജോലിക്ക് നിർത്തി വെച്ചിരിക്കണേ? വല്ല പണി മുടക്കാണോ? രാജൻ സാറ് നാറി ക്രിമികടി വീണ്ടും തുടങ്ങിയോ? ഇന്ന് 2-1 അറിഞ്ഞിട്ട് ബാക്കി കാര്യം. എവിടെയാ അവൻ? ഓഫീസിലുണ്ട്. ഇവനൊക്കെ നന്നാക്കാൻ പറ്റും. ഞാൻ നോക്കട്ടെ. ദേരിക്കുന്നു കുറങ്ങൻ. വിളിക്കേ ചേട്ടാ, വിളിക്കാ നീ. സാറേ എത്തിയോ? താൻ ആരോട് ചോദിച്ചിട്ടാണോ പണിയെടുത്തിയത്?
കാര്യം ചോദിക്കുമ്പോ താൻ എന്താടോ ഇളിക്കണേ? ഇളിക്കുന്നതോ? ഇളിക്കുന്നത് മടി കനല്ലാത്തതുകൊണ്ട്. സാറിന് തലയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ അത് മാറി. അതാണ് ഞാൻ ചിരിക്കുന്നത്. മനസ്സിലായോ? പത്രോസേ, സമ്പാദിച്ച കാശ് മുഴുവൻ മരുന്നിനും ഡോക്ടർക്കും കൊടുത്ത് ഞാൻ മടുത്തു. വീട്ടിലാണെങ്കിൽ പിള്ളേർക്ക് ഒന്നിനൊന്നിനും എപ്പോഴും അസുഖം. എന്തുണ്ടായിട്ടും മനസ്സിന് യാതൊരു സ്വസ്ഥതയില്ല. ഞാൻ ചെയ്തുകളാണ് ഇതിനൊക്കെ കാരണം എനിക്ക് മനസ്സിലായി. മേലിൽ എങ്ങനെയും കാശുണ്ടാക്കാന്നുള്ള പരിപാടി ഞാൻ നിർത്തി. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പൊ മനസ്സിനും സുഖം, വീട്ടിനും സുഖം. അതുകൊണ്ട് മിസ്റ്റർ പത്രോസ്, എനിക്ക് എന്റെ ഓശാരം വേണ്ട, കാശും വേണ്ട. ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യാം. നികുതി കൊടുക്കുന്ന ജനങ്ങൾക്ക് എന്നെ ഗുണം കിട്ടട്ടെ. താൻ ഒരാൾ മാത്രം വിചാരിച്ചോണ്ട് ഈ രാജ്യം നന്നാവോടോ രാജ? പോരാ, താനും കൂടി വിചാരിക്കണം പത്രോച്ചേ. മേലാൽ ഞാൻ ഈ സൈറ്റിലുള്ള കാലത്തോളം ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള ജോലിയെ നടത്തിക്കൂ. കൊച്ചു കള്ള, നീ ഈ പറഞ്ഞതൊക്കെ പത്രോസേട്ടനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള തമാശയല്ലേ? അല്ലല്ലോ എന്റെ കൊച്ചു കള്ളം പത്രോസേ. ഐ ആം ഡാം സീരിയസ് അബൌട്ട് ഇറ്റ്. ഇനി ഈ സൈറ്റിൽ ഒരു തരത്തിലുള്ള കള്ളത്തരം നടത്താൻ ഞാൻ അനുവദിക്കില്ല. തീർച്ച. പേടിപ്പിക്കുന്നു ഉണ്ടൊക്കെ മടക്കി കൺട്രി ഫെലോസ്. അല്ല, യവനെ പോലെ മറ്റുള്ളവരെ നന്നാൻ തീരുമാനിച്ച നമ്മുടെ കാര്യം തെണ്ടി പോലെ. അതുകൊണ്ടാ മുണ്ട ഞാൻ. ഒന്ന് വേഗം റെഡി അവിടെ. ഞാൻ വരുന്നില്ല, എന്നെ ആരും കാണണ്ട. നിന്നെ കണ്ടാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? ഒരു താങ്ങ് വെച്ചെന്നാലുണ്ടല്ലോ. ഒന്ന് വേഗം അങ്ങോട്ട് വന്നാട്ടെ. മൂന്നാം ലോക മഹായുദ്ധം, അയ്യോ എന്റെ കർത്താവെ, ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റ് ആവും. ഞാൻ ഒരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ സാരില്ല സാരില്ല. ആ മോനെവിടെ? അവൻ പുറത്ത് നിൽക്കുക. വലിയ നാണക്കാരനാ. മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. അവനെ ഞാൻ അങ്ങനെ വളർത്തിയത്. അല്ലാതെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഒരു കുടിയോ വലിയോ ഒന്നും അവനില്ല. ഈശ്വരന്ത മാത്രം, നോ വേസ്റ്റ്. അപ്പൊ എന്റെ മോനെ പോലെ തന്നെ. അതന്ന് ഞാൻ കണ്ടതല്ലേ. ആ മോനെ വിളിക്ക്. മോനെ, ബോബി പുന്നൂസ്. ആഹാ, വന്നിരിക്കി. ഇരിക്കും മോനെ. ഉറച്ചിരിക്കി ബോബി. ഇരുന്നോ. വൈഫും ഡോക്ടർ എവിടെ? മേരിക്കുട്ടി, മേരിക്കുട്ടി. എന്റെ അയ്യോ, ഇപ്പൊ വരും. നമസ്കാരം. നമസ്കാരം. മോളെ, ഇത് ബോബി പുന്നൂസ്, സാറിന്റെ മകനാ. അങ്ങനെയൊന്നുമില്ല. ഇവര് വല്ല ബോംബിടാവുന്നതാണ്. എന്താ കാര്യം? എന്തായാലും സമാധാനം ഉണ്ടാക്കാം. അല്ല, മോനൊരു ആഗ്രഹം, ആനയോട് ഒറ്റയ്ക്ക് എന്തോ സംസാരിക്കണമെന്ന്. അതിനെന്താ, സംസാരിച്ചോട്ടെ. പ്ലീസ് കം. ചെല്ലു മോളെ. സത്യത്തിൽ ഞാൻ അല്പം നെർവസ് ആണ്. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഒറ്റയ്ക്ക്. അതുകൊണ്ട് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നെനിക്ക് നല്ല പരിചയമില്ല. ആനയുടെ പേരെന്താണ്? ഐ എം സോറി, ഞാൻ ബോബി പുന്നൂസ്, ഫാദർ ആർട്ടിയോ ആണ്. എനിക്കറിയാം. ആനിക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഇല്ല. എനിക്ക് ആനയോട് എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നുണ്ട്. ബട്ട് ഐ ആം നെർവസ്. രണ്ടുപേരും കൂടി ഒളിച്ചോടി പോയോ? അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിന് അറ്റൻഡ് ചെയ്യുന്നത്. അതെ. എന്താ, സംസാരിച്ചു കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മനസ്സിലായി. ലൗറിയുടെ കാര്യല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കാപ്പി കുടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ മേരിക്കുട്ടി എന്നെ ഇരുത്തി പൊറപ്പിക്കില്ല. എന്നാ പിന്നെ അതാ നല്ലത്. അയ്യോ, എനിക്ക് കാപ്പി വേണ്ട. പിന്നെ ഈ വാട പൊന്നുമോനെ. അവന് ചായ ഇഷ്ടമുള്ളൂ. ആണ്.